ഹായ് ഗൈസ്, വെൽക്കം. അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? സുഖമാണോ? അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞാനും മക്കളും കൂടി ഒരു 12:30 മണിക്ക് ഇതാ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. അതായത് കണ്ണൂർ എയർപോർട്ടിലാണ്. ഇവിടുന്ന് 23 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ അടിപൊളി ചിക്കൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നൊന്ന് കമൻ്റ് ആക്കണേ. അപ്പോൾ ഇതാ വീഡിയോയിലേക്ക് ഒന്ന് കയറി നോക്കാം. എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനിതാ അതിരാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും ഞാൻ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കിടക്കാറില്ല. ഇനി താഴത്ത് നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു 9-10 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ കടന്നു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് 4:30 മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും എണീക്കാൻ പറ്റും. ഞാൻ എന്തായാലും കിടക്കാനൊക്കെ താമസിക്കലുണ്ട്. എന്നാലും എനിക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എന്തായാലും ഉറക്കം നട്ടലുണ്ട്. അങ്ങനെ ഇതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ്റെ പീസൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ചെറുനാരങ്ങ നല്ലോണം ഒന്ന് പീന് ചേർത്ത് കുടിക്കുന്നുണ്ട്. ഇതിൻ്റെ മസാലയൊക്കെ ഞാനിതാ വായയിലാണ് റെഡിയാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വായയിൽ റെഡിയാക്കുമ്പം. പിന്നെ അതുമല്ല കാണാനും നല്ല വൃത്തി തന്നെയല്ലേ. പിന്നെ മിക്സിയുടെ ചെറിയ ജാറെടുക്കും. അതിലേക്ക് വലിയ ചെറിയ ജീരകവും അതേപോലെ തന്നെ കുരുമുളക്, ഇഞ്ചി, ആവശ്യത്തിന് വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ചുവന്ന മുളക്, അങ്ങനെ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ ഇതാ പൊടിപ്പിച്ചെടുത്തുള്ള ഒരു മസാലപ്പൊടി ചിക്കൻ്റെ പീസിലേക്ക് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യാനുസരണം റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിനൊന്നും ഒരു ഒരു അളവൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ റെഡിയാക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കുറച്ച് കൂട്ടിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾ ഇതേപോലെ റെഡിയാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് നോക്കിയിട്ട് എടുക്കുക. എനിക്കിപ്പോൾ അത്രയും പറയാൻ പറ്റുമല്ലേ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പം ഇതിലേക്ക് ചേർക്കേണ്ട ഐറ്റംസൊക്കെ ഒന്ന് നിങ്ങളോട് സൂചിപ്പിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എടുക്കുക. അതേപോലെ തന്നെ കസൂരി മേന്തി അത് നിർബന്ധമായിട്ട് എടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്നത്. അങ്ങനെ അതൊക്കെ ചേർത്ത ശേഷം പിന്നെ ഇത് കഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു മസാലയൊക്കെ ചിക്കൻ്റെ പീസിൽ എല്ലാ ഭാഗത്തും എത്തേണ്ട വിധത്തിൽ തന്നെ നല്ലോണം കഴിച്ചിട്ട് 10-15 മിനിറ്റ് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് എടുക്കുക. എന്നിട്ട് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. സമയം ഉണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ വെക്കുക, അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് എന്തായാലും വെക്കണം കേട്ടോ. അങ്ങനെ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് പുളിനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി 1.5 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിതാ അൽസ റെഡിയാക്കിയിട്ടുണ്ട്. ഇതില്ലാണ്ട് നമുക്ക് എന്ത് പരിപാടിയല്ലേ. അങ്ങനെ ഇതാ 1.5 മണിക്കൂറിന് ശേഷം ഞാനിതാ ചിക്കനൊന്ന് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അല്പം കറി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ പൊരിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പം എൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നറിയോ, അന്നത്തെ ദിവസം രാവിലെ എണീറ്റിട്ട് കഴിക്കാനുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാലല്ലേ നമുക്ക് അടുത്ത ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ നോക്കാൻ കഴിയും. പിന്നെ അപ്പോൾ ഒരു സമാധാനമല്ലേ. എല്ലാം മൊത്തത്തിൽ വൃത്തിയായിട്ട് കാണുമ്പോൾ എന്തായാലും കുക്ക് ചെയ്യുമ്പം ഒരു കുറച്ച് വൃത്തിയായിട്ട് എന്തായാലും ആവില്ലേ. നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ ഇതിലേക്ക് ഞാൻ വെള്ളുള്ളി, സ്കിന്നോട് കൂടിയിട്ടുള്ള വെള്ളുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ സവാള വട്ടത്തിൽ അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറെല്ലാം കൂടി ചിക്കനിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഇതിന് മൊത്തത്തിൽ നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. വെറുതെ അതിൽ തന്നെ വെച്ചാൽ എണ്ണ കുടിക്കും. പിന്നെ അപ്പം എന്തായാലും ഈ ഒരു ചിക്കൻ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണേ. അങ്ങനെ ഇതാ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ എയർപോർട്ടിലേക്ക് പോവുക ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഹസ്ബൻഡ് ഇന്ന് നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എയർപോർട്ടിലേക്ക് പോകുന്നത്. എല്ലാം പെട്ടെന്നുള്ളൊരു പരിപാടിയാണ്. ഹസ്ബൻഡ് എയർപോർട്ടിലെത്തിയ ശേഷം ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്, നിങ്ങളെ കാണാനില്ലാലോ, നിങ്ങളെ എളിയിട്ടില്ലാലോ എന്ന്. ഞാൻ പറഞ്ഞാൽ നമ്മൾ വീട്ടിലാണ് ഉള്ളതെന്ന്.
അങ്ങനെ പെട്ടെന്ന് തന്നെയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും എൻ്റെ ഫുഡൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ക്ലീനിങ്ങിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുമുണ്ട്. ഞാൻ കണക്കാക്കിയ പോലെ ഒന്നും നടന്നിട്ടില്ല. എന്താളീ ഒന്നും നടക്കാണ്ടായിപ്പോയ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നടക്കലുണ്ട്. ഇപ്പം കുറേയായി ബേക്കോട്ടായിരുന്നല്ലോ. ഞാൻ കണക്കാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് പുറത്തിറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എയർപോർട്ടിലെത്താം, എന്നാൽ പിന്നെ ഹസ്ബൻഡ് ഇറങ്ങി വരുന്ന ഒരു ഭാഗത്ത് വീഡിയോ പിടിക്കാതെല്ലാം വിചാരിച്ചിരുന്നു. കാണാണ്ട് പിന്നെ ഒന്നും നടന്നിട്ടില്ല. നമ്മളെയും വെയിറ്റ് ആക്കിയിട്ടില്ല. ഹസ്ബൻഡ് അവിടെ നിൽക്കുന്നത് 20 മിനിറ്റ് നമ്മൾ ലേറ്റായിപ്പോയി. പിന്നെ നമ്മൾ എയർപോർട്ടിലെത്തലും ആ വണ്ടിയിൽ തന്നെ ഹസ്ബൻഡ് ചാടിക്കേറി. പിന്നെ നമുക്കൊന്നും വീഡിയോ നടന്നെടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ, ലേറ്റായി പോയല്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച്. പക്ഷെ എൻ്റെ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളെന്താണ് ഈ വേഗം ഇറങ്ങിയത്, നിങ്ങൾക്ക് കുറച്ച് സമയം അകത്ത് നിൽക്കലല്ലേ നമ്മൾ വരുന്നത് വരെയെന്ന്. അന്നേരം പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ നിൽക്കാൻ പറ്റുമോ, അവരെന്തെങ്കിലും വിചാരിക്കൂലേ വെറുതെ ഇതിനുള്ളിൽ നിന്ന് ഉരുണ്ട് കളിക്കുമ്പോൾ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞാൽ എന്നാൽ ശരി എന്നെ ഒന്നത്. എന്നിട്ട് പറഞ്ഞാൽ അതുമല്ല, പെട്ടെന്ന് ലഗേജ് കിട്ടി, അതാ ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി എന്നെല്ലാം പറഞ്ഞ്. പക്ഷേ എൻ്റെ കാര്യമാണ് ഞാൻ ഓർത്തത്. ഞാൻ എപ്പോഴും ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് ഫ്ലൈറ്റെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഉരുണ്ടി ആടിപ്പാടിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങുക. അതുമല്ല അതിൻ്റെ അകത്ത് പോയിട്ട് സ്കാഫൊക്കെ ശരിയാക്കും, മുഖയൊക്കെ കഴിക്കും. അങ്ങനെ കുറേ സമയം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സമയം കൂട്ടലുണ്ട്. അന്നേരം ആരെങ്കിലും വർത്താനം പറയാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങനെ വർത്താനം പറയും. നമ്മൾ പെണ്ണുങ്ങന്മാരിങ്ങനെ ഉരുണ്ട് കളിച്ചിട്ടല്ലേ പുറത്തിറങ്ങും. പിന്നെ പ്രത്യേകിച്ചിട്ട് എന്നെല്ലാം പോലെ ഇങ്ങനെ ചെറുപറാബർട്ട് സംസാരിക്കുന്ന ഒരാളാണെങ്കിലും മാഷാ അല്ലാ. പിന്നെ അതുമല്ല, എൻ്റെ ലഗേജ് എപ്പോഴും എനിക്ക് ലേറ്റായിട്ടേ കിട്ടാറുള്ളൂ. ഒരിക്കലും പിന്നെ അങ്ങനെ വേഗം എനിക്ക് കിട്ടാറില്ല. എപ്പോഴും ബാക്കോട്ടാണ് എൻ്റെ കാര്യം തന്നെ, കുറച്ച് ബാക്കോട്ടാണ്. അന്നേരം പിന്നെ എനിക്ക് വരുന്ന ലഗേജും ഒക്കെ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാകുക. നമ്മൾ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കുമല്ലേ. അല്ലാഹു അക്ബർ. അങ്ങനെ വരുമ്പോൾ ഡ്രൈവ് ചെയ്തത് ഹസ്ബൻഡാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പെട്ടെന്ന് തന്നെ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ വരുന്ന വയ്ക്കൊന്നും നമ്മളൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. ഇവർ പറഞ്ഞ് എന്തെങ്കിലും നമുക്ക് കഴിച്ചാലോ എന്ന് പറഞ്ഞു. പിന്നെ എന്തെല്ലോ കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ എന്തെല്ലോ കഴിക്കലുണ്ടാകുക. അല്ല പറഞ്ഞത് തിരിപ്പോയിട്ടു കുറച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് കഴിക്കാൻ പോയിട്ട് പിന്നെ ഇങ്ങനെ കഴിക്കലുണ്ടോ. പിന്നെ എൻ്റെ ചോറ് ഒക്കെ ബാക്കിയായി പോവും. പിന്നെ ഞാൻ എന്തായി, പിന്നെ മക്കളെ കാര്യം അറിയാലോ, ആടെ കയറിയാലേ അത് വാങ്ങി ഇത് വാങ്ങി മറ്റേത് വാങ്ങുന്നെല്ലാം പറയും. വാങ്ങുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു ചോറ് മൊത്തം ബാക്കിയാൽ ഞാൻ എന്ത് ചെയ്യും. ഞാനല്ലെങ്കിൽ തന്നെ കുറച്ച് കൂടുതൽ വെക്കുന്ന ഒരാളാണ്. ആക്കി ഇങ്ങനെ കുറച്ച് വെച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല. വെക്കുന്നുണ്ടെങ്കിൽ കുറേ വെക്കുക, അത്രയാണ് എൻ്റെ ഒരു പരിപാടി. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കല്ല ഇത് എത്ര ടൈപ്പ് ഓളി പിന്നെ വെക്കേണ്ടി വരൂലേ, അങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് കൂടുതലായിട്ട് വെക്കും. ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം എനിക്ക് കഴിക്കാല്ലേ എന്നെങ്ങനെ ഞാൻ വിചാരിക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. പെട്ടെന്ന് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്തത്. അപ്പോൾ ഉണ്ടാക്കിയത് ഇങ്ങനെ ഹൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഹൽസ ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ അടിപൊളിയായിട്ട് ഹൽസ റെഡിയാക്കും മാഷാ അല്ലാ. ഈ ഇടക്കിടക്ക് വെക്കുന്നതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഇതിൽ കിട്ടി. പിന്നെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെയല്ലേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ലാഗായിപ്പോയി വീഡിയോ. ഇനി പുതിയ പുതിയ വീഡിയോയിൽ വരാനുണ്ട്, പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ വരാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. നല്ല അടിപൊളി വീഡിയോ ഒക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഓക്കെ, ബൈ ബൈ.